ഇന്ന് ഈ താഴമൺ തന്ത്രി കുടുംബത്തിലാണല്ലോ ഇവിടുത്തെ അവകാശം നിൽക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അവരൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നിടത്തോളം കാലം ദേവസ്വം മാനുവലിൽ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ ഇവരെ മാറ്റിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരാൻ വേണ്ടി? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഞാൻ നേരത്തെ വിശദീകരിച്ച 1950 ശേഷം ഉണ്ടായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി നിയമങ്ങളുണ്ട്, ദേവസ്വം മാനുവൽ നിയമം. അതിലെ ചട്ടങ്ങൾ അനുസരിച്ച് തന്ത്രിയുടെ പൊസിഷൻ ഓഫ് തന്ത്രി ആരായിരിക്കണം, തന്ത്രി എന്താണ് ചെയ്തത്, തന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, തന്ത്രി ഏതെല്ലാം ബാധ്യതപ്പെട്ടിരിക്കുന്നു, തന്ത്രിയുടെ പേരിൽ അച്ചടക്ക നടപടി എടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടോ, ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ വളരെ വിപുലമായി അത് അവിടെ നിയമങ്ങളായി നിലനിൽക്കുന്നുമുണ്ട്. അപ്പൊ ഞങ്ങളുടെ ശാസ്ത്രം അനുസരിച്ച് തന്ത്രി ഇസ് ദ ചീഫ് പ്രീസ്റ്റ്, ഈ എക്സ്പെക്റ്റഡ് ടു ബി ഒഫീഷ്യേറ്റ് ദ എക്സ്ട്രാ ഓർഡിനറി സെറിമണീസ് ഓഫ് ദ ടെമ്പിൾ. ക്ഷേത്രങ്ങളുടെ അസാധാരണ അടിയന്തരങ്ങൾ മാത്രം വന്ന് കാർമ്മികത്വം വഹിക്കേണ്ട ചുമതല മാത്രമാണ് തന്ത്രിക്കുള്ളത്. പക്ഷെ ശബരിമല താഴമൺ കുടുംബത്തിൽ ശബരിമലയ്ക്ക് വരുന്ന തന്ത്രിമാർ ഈ നിയമം ലംഘിച്ചുകൊണ്ട് വർഷങ്ങളായി ശബരിമലയിൽ അവിടെ കടമുറി തുറന്ന് അവിടെ ഇരുന്ന് അവിടെ ഈ തന്ത്രശാസ്ത്രത്തിന് നിരക്കാത്ത പണികൾ പലതും ചെയ്തു വരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാം. അത് മാത്രമല്ല, ഈ താന്ത്രിക അവകാശം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുള്ള താന്ത്രിക അവകാശത്തിൽ ഈ അവകാശം എങ്ങനെ നിർവഹിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി. അപ്പൊ താഴമൺ മഠത്തിലെ സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ, ഫീമെയിൽ വരാൻ പാടില്ല, സീനിയർ മോസ്റ്റ് മെയിൽ മെമ്പർ. അക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മഠത്തിൽ 3 ആൺ സന്താനങ്ങൾ ഉണ്ടായിരുന്നു. അതില് ഒന്ന് മഹേശ്വരര്, കൃഷ്ണര്, നീലകണ്ഠർക്ക് മക്കളില്ല. ഇവര് 3 പേരും കൂടെ ചേർന്ന് ഇതൊരു ഭാഗപത്ര ഉടമ്പടി ഉണ്ടാക്കി മാവേലിക്കര കോടതിയിൽ രേഖകൾ ഉണ്ടാക്കി വിഭജിച്ച് 2 കുടുംബത്തേക്കാക്കി അവരോരോരുത്തരും വർഷമാറാടിയായിട്ട് വരാനുള്ള തീരുമാനം. ഈ ഒരൊറ്റ കാര്യം മതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് താഴമൺ മഠത്തിന്റെ തന്ത്ര അവകാശം നീക്കം ചെയ്യാനും വേറെ തന്ത്രിയെ നിയോഗിക്കാനും പറ്റും. കാരണം ഞങ്ങളുടെ നിയമം പറയുന്നത് ഈ ഹെറിഡിറ്ററി റൈറ്റ് നെയ്തർ ഏലിയനേറ്റഡ് നോർ പാർട്ടീഷൻഡ് എമംഗ് ദ ഫാമിലി മെമ്പേഴ്സ് എന്നാണ് റൂള്. അപ്പം മാവേലിക്കര കോടതി ഭാഗപത്ര ഉടമ്പടി നടത്തി മഹേശ്വരരുടെ കുടുംബവും കൃഷ്ണരുടെ കുടുംബവും 2ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിലെ കൃഷ്ണരുടെ കുടുംബത്തിൽ നിന്നാണ് ഇപ്പൊ രാജീവ് വരുന്നത്, മറ്റേ മഹേശ്വരന്റെ കുടുംബത്തിൽ നിന്നാണ് മോഹൻ വരുന്നത്. മോഹനെ ഞങ്ങള് അദ്ദേഹത്തിന്റെ ചില സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മോറൽ പെർപിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ മാറ്റി അദ്ദേഹത്തിന്റെ മകനാണ് ഇരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ കുടുംബം ഇപ്പോ നടത്തുന്നത് ശാസ്ത്രവിധിക്കും നിയമത്തിനും വിരുദ്ധമായ പ്രവർത്തനമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ദേവന്റെ അച്ഛനാ അമ്മയാന്നൊക്കെ പറയുന്നെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഈ തന്ത്രിമാർക്കെതിരെ മറ്റു ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നത് പോലെ തന്നെ അച്ചടക്ക നടപടി എടുക്കാനും അവരെ മാറ്റി നിർത്താനും സർവാധികാരങ്ങളും ഉണ്ട്. അത് ഉപയോഗിക്കാനുള്ള ആർജവം കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സാർ അപ്പൊ ചോദിച്ചോട്ടെ, സാറ് പറഞ്ഞു ഈ ആർജവം വേണമെന്ന്. അതെന്താ അപ്പൊ പ്രശ്നം? ഈ ദേവസ്വം ബോർഡിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ പ്രശ്നം വരുമ്പോൾ തന്ത്രി വാതുറന്ന് പറയും എന്നുള്ള ഭയമാണോ അതിന് കാരണം? അത് പലതുമുണ്ട്. കാരണം ഞാൻ പറയാം, മുതുവത്ത് കൂനുള്ളവന് വേലി യൂന്നിറങ്ങാൻ സാധ്യമല്ല എന്ന് നാട്ടിലൊരു പഴമൊഴിയുണ്ട്. ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും പലപ്പോഴും പരിതപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു പറഞ്ഞാലും കോടതി, എങ്ങനെ ഇരുന്നാലും കോടതി. ഒരു കാര്യം ശരിയാണ്, ഭരിക്കാൻ വരുന്നവൻ സത്യസന്ധമായി ഭരിച്ചാൽ ഒരു കോടതിയും അതിന്റെ മുകളിലോട്ട് വരില്ല. അവർ നിൽക്കാനുള്ളത് അവർ നിൽക്കും. ഇവിടെ തന്ത്രിയെ എന്തുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പുറത്ത് തന്ത്രിയെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ ഇവിടെയുള്ള നിയന്ത്രണങ്ങളും ഇതുവരെയുള്ള തോന്നിവാസങ്ങളും ചിലപ്പോൾ ചോദ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ കുറുക്കു വഴിയിലൂടെ 2 പേർക്ക് ശത്രുത ഭാവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അവർ യോജിച്ചു പോകുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സാർ, ഈ സന്നിധാനത്ത് തന്ത്രിക്ക് ബാത്ത് അറ്റാച്ച്ഡ് മുറിയും അവിടെ വെച്ച് ഭക്തജനങ്ങളെ കാണാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്.
അത് മാനുവൽ പ്രകാരം അലൗഡാണോ? അത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? ഞങ്ങളുടെ ദേവസ്വങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഉത്സവകാലത്ത് തന്ത്രിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. അതുപോലെ തന്നെ ശബരിമല ദേവസ്വത്തിലും തന്ത്രിയുടെ സാന്നിധ്യം അനിവാര്യമാണ്. 10 ദിവസത്തെ ഉത്സവകാലത്ത് തന്ത്രി അവിടെ ഉണ്ടാവും. ആ കാലത്തേക്ക് തന്ത്രിക്ക് എല്ലാ അക്കോമഡേഷൻ സൗകര്യങ്ങളും മുറി സൗകര്യങ്ങളും എല്ലാം കൊടുക്കും. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് തന്ത്രി ഭക്തജനങ്ങളെ കാണുന്നത് തന്ത്രശാസ്ത്ര വിധിക്ക് വിരുദ്ധമാണ്. തന്ത്രി, ഞാൻ നേരത്തെ വിശദീകരിച്ചു, പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ആളാണ്. തന്ത്രിയുടെ ചൈതന്യമാണ് വിഗ്രഹത്തിന്റെ ചൈതന്യം. ഈ വിഗ്രഹത്തിൽ എല്ലാവരും തൊടാൻ സമ്മതിക്കുമോ? ഭക്തന്മാർക്കെല്ലാം തൊടാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് തന്ത്രി. തന്ത്രി ഐസൊലേറ്റ് ചെയ്യുന്ന ഭഗവത് ചൈതന്യത്തിന്റെ പ്രതിപുരുഷനാണ്. തന്ത്രി വൻതോതി ഭക്തജനങ്ങളെ സ്വീകരിക്കുന്നതും പ്രസാദം കൊടുക്കുന്നതും തലേ കൈ വെച്ച് അനുഗ്രഹിക്കുന്നതും അവരുടെ കയ്യിൽ ചരട് കെട്ടി കാശ് കൊടുത്ത് കാശ് ദക്ഷിണ വാങ്ങിക്കുന്നതും അവർക്ക് നെയ്യഭിഷേകം നടത്തി അഭിഷേകം നെയ്വിക്കുന്നതും എല്ലാം തന്ത്രശാസ്ത്ര വിധിക്കും ദേവവിധിക്കും വിരുദ്ധമാണ്. ആ വിരുദ്ധമായ കാര്യമാണ് ശബരിമല തന്ത്രിയുടെ മുറിയിൽ നിർബാധം ഇപ്പൊ തുടർന്നു വരുന്നത്. കാലോചിതമായി ഈ തന്ത്ര സമുച്ചയങ്ങൾ തിരുത്തപ്പെടേണ്ടതല്ലേ? ഇത് പിന്നെ ശ്രുതികളാണോ അതേ സ്മൃതികളാണോ ഈ തന്ത്ര സമുച്ചയം എന്ന് പറയുന്നത്? നമ്മുടെ ഭാരതീയ ദർശനങ്ങൾ അനുസരിച്ച് സ്മൃതികളും ശ്രുതികളും വേദശാസ്ത്രവും ധർമ്മശാസ്ത്രവുമാണ്. അതെ. അപ്പൊ രണ്ടും കൂടെ സമന്വയിക്കുമ്പോഴാണ് തന്ത്രശാസ്ത്രം വരുന്നത്. തന്ത്രശാസ്ത്ര പ്രകാരം തന്ത്രി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അത് കാലോചിതമായി പരിഷ്കരിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് ദേവകാര്യമാണ്. നമ്മുടെ രസവാസനയ്ക്കും ഇംഗിതത്തിനും കാലോചിതമായി വരുന്ന നാട്ടിലെ പരിഷ്കാരങ്ങൾക്കും അനുസരിച്ച് പരിഷ്കരിക്കേണ്ടതല്ല ദേവകാര്യങ്ങൾ. ദേവകാര്യങ്ങൾക്ക് നമ്മൾ പ്രതിഷ്ഠാകാലത്ത് ഒരു ദേവപ്രതിഷ്ഠ നടത്തിയിട്ട് പ്രതിഷ്ഠാകാലത്ത് നിശ്ചയിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജകളും ആ കാര്യങ്ങൾ അത് അണുവിട വ്യതിയാനം വരുത്താതെ അത് തുടർന്നു പോവുകയല്ലാതെ മറ്റു കരണീയമായ മാർഗങ്ങളില്ല. മറ്റു സാമൂഹ്യ മേഖലയിൽ വരുന്ന പരിവർത്തനങ്ങൾ പോലെ ഈ വേദശാസ്ത്രങ്ങളിലും ധർമ്മശാസ്ത്രങ്ങളിലും പരിവർത്തനം വരുത്തുന്നത് അനുവദനീയമല്ല. ഈ നിലവിലിരിക്കുന്ന ഈ സംവിധാനം ഇത് ഇങ്ങനെ തുടർന്നാൽ, ഒരു കൺട്രോളുമില്ലാതെ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവസാനം എവിടെ, ഇത് എവിടെ ചെന്ന് നിൽക്കും? സാറിൻ്റെ ഒരു വ്യക്തിപരമായ, സാറിൻ്റെ വളരെ ഒരുപാട് വർഷത്തെ ദേവസ്വം ബോർഡിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് വേവലാതി? സാർ എന്താണ് സാറിൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം? അതൊന്ന് പറയാമോ? വളരെ ഉത്കണ്ഠാകുലമായ ചിന്തകളാണ് എനിക്കുള്ളത്. ഞാൻ 32 വർഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുകയും ഈ ക്ഷേത്രങ്ങളോട് വളരെ അടുത്ത് പെരുമാറുകയും ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന സ്ഥാവര സ്വത്തുക്കളുടെ വൈപുല്യവും അതിൻ്റെ അമൂല്യതയും ഒക്കെ കണ്ടു മനസ്സിലാക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ ഈ കേരളത്തിലെ ദേവസ്വം ബോർഡുകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന ആ നിർവചനത്തിൽപ്പെടുന്ന 1254 മഹാക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ അതിപ്രാചീനമായ കാലം മുതൽ അതിപൗരാണികമായ സമ്പത്ത്, അത് കേരളത്തിലെ ഹിന്ദുജനങ്ങളുടെ മാത്രമല്ല സർവഭാരതീയരുടെയും മൗലികമായ സമ്പത്താണെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് സംരക്ഷിക്കുകയും നമ്മുടെ അനന്തര തലമുറയ്ക്ക് വേണ്ടി ഇത് സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത കേരളത്തിലെ സമസ്ത ജനങ്ങൾക്കും ഭാരതത്തിലെ ജനങ്ങൾക്കും, ഹിന്ദുക്കൾ മാത്രമല്ല മറ്റ് സർവ്വമതസ്ഥർക്കും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഉത്കണ്ഠയാണ് എൻ്റെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര പൗരാണിക പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള മഹാക്ഷേത്രങ്ങളുടെ ഈ സങ്കേതങ്ങൾ ഇത്തരത്തിൽ ഈ ദുർഭരണം കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഇതിൻ്റെ സ്ഥാവര ജംഗമ സ്വത്തുകൾ 2 ലക്ഷം കോടിയിലധികം വരുന്ന സ്ഥാവര ജംഗമ സ്വത്തുകൾ, അപൂർവങ്ങളിൽ അപൂർവങ്ങളായ രത്നശേഖരങ്ങളായാലും വൈഡൂര്യങ്ങളായാലും തിരുവാഭരണങ്ങളായാലും സൂക്ഷിക്കപ്പെട്ടിരുന്ന ഒരു മഹത്തായ വലിയ പ്രസ്ഥാനമാണിത്. അപ്പൊ ഇത് സൂക്ഷിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മതസ്ഥരും, ഭാരതത്തിന്റെ സമ്പത്ത് തന്നെയാണിത്.
ഇത് ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും വേദികളിലും പറയുന്നത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് ഇത് സൂക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ ഈ ദേവാലയങ്ങളുടെ രക്ഷാകർതൃത്വത്തിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. കൂടാതെ നമ്മുടെ ഭാരതീയ ഭരണ സംവിധാനങ്ങൾക്ക്, കേന്ദ്ര ഗവൺമെന്റിന് ഇത് കണ്ടിരുന്ന് നടിക്കാൻ പറ്റില്ല. മാറിയും തിരിഞ്ഞും തന്നെയും പിന്നെയും കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞ 10, 15, 20 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ മഹാക്ഷേത്രങ്ങളെ ഏതാണ്ട് ഉന്മൂലനാശത്തിന്റെ, സർവനാശത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും അന്ന് ഞാൻ പറഞ്ഞ 1947 കവനന്റ് ഉണ്ടാക്കിയപ്പോൾ 2 രാജാക്കന്മാർക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. ഈ നിങ്ങൾ ഭരിക്കുന്ന ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിലെ സമ്പത്തുകൾ, ആ ക്ഷേത്രങ്ങളിലെ പൂജകൾ, അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട് എന്ന് ആ കവനന്റിലെ ആർട്ടിക്കിളിൽ പ്രത്യേകം രേഖപ്പെടുത്തി. ദീസ് കവനന്റ് എൻറ്റേർഡ് ഇൻടു ബൈ ദ കൺകറൻസ് ആൻഡ് ഗ്യാരണ്ടി ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ആ വാചകം പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എടുത്തു പ്രയോഗിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്ര ഗവൺമെന്റ് ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പൊ ഇന്റർഫിയർ ചെയ്താൽ ഈ രാഷ്ട്രീയ ബോർഡുകളുടെ മാറി മാറി വരുന്ന ഭരണത്തലവന്മാരുടെ ഈ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നടിഞ്ഞ ഈ പ്രസ്ഥാനത്തെ ഇനിയെങ്കിലും സംരക്ഷിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട കോടതി കുറെ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമെന്ന് പറയാനാവില്ല. കാരണം ഏതു കാര്യത്തിലും കോടതി ഇപ്പൊ എവിടെ നോക്കിയാലും തോന്നിയവാസങ്ങളാണ്. കോടതി അത് ചെയ്യരുതെന്ന് പറഞ്ഞ് പിറ്റേന്ന് അത് തന്നെ ചെയ്യും. നിലവിൽ നിരവധി ഉത്തരവുകൾ, താക്കീതുകൾ കോടതി കൊടുക്കുന്നുണ്ട്. കോടതിക്ക് അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് ഫോഴ്സ് ഉണ്ടോ? ഈ രാഷ്ട്രീയക്കാർ കോടതികളെയും ഭയമില്ല, ഭഗവാനെയും ഭയമില്ല, ഹിന്ദുക്കളെയും ഭയമില്ല, ദൈവവിശ്വാസികളെയും ഭയമില്ല. അങ്ങനെ അങ്ങനെ ഒരു ജൈത്രയാത്ര നടത്തുകയാണ്. ഇതിപ്പോ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇനിയും ഈ രാഷ്ട്രീയ ഭരണമാണ് ദേവസ്വം ബോർഡിൽ നടക്കുന്നതെങ്കിൽ ഈ സ്ഥാപനത്തെ പറ്റി പിന്നെ നമുക്ക് ആലോചിക്കേണ്ടി വരും. അർത്ഥാപത്തിയിൽ നിർത്തുകയാണ്. സാർ, ഒരു കാര്യം സാർ ഇപ്പോൾ പറഞ്ഞത്, കേന്ദ്രത്തിന് ഇതിനകത്ത് ഇടപെടാൻ ഒരു സ്പേസ് ഉണ്ടെന്നാണ് സാർ പറഞ്ഞത്. അതെന്താണ് ഒന്ന് വിശദീകരിക്കാമോ? ശരി, തീർച്ചയായും. അതാ ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. 1947 മെയ് ജൂൺ മാസങ്ങളിൽ ഒപ്പുവെച്ച കവനന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് 26 ആർട്ടിക്കിളാണ് കവനന്റിലുള്ളത്. ആ കവനന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പെഷ്യൽ സെക്രട്ടറി VP മേനോനാണ് ഒപ്പുവെച്ചെടുത്തത്. ഗവൺമെന്റ് ഫോർ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർക്ക് വേണ്ടി തിരുവിതാംകൂർ രാജാവ് രാമവർമ്മയും കൊച്ചിയിലെ രാജാവ് രാമവർമ്മയും, അങ്ങനെ 3 പേര് ഒപ്പിട്ട ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആണ് ആ സാധനം. ആ എഗ്രിമെന്റിൽ ഒരു പ്രൊവിഷൻ പറയുന്നത്, ഇൻ ഫ്യൂച്ചർ any dispute arises regarding the private property and the public property, എന്ന് വെച്ചാൽ ഈ ടെമ്പിൾ പ്രോപ്പർട്ടികളെ സംബന്ധിച്ചോ, അന്ന് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാർക്ക് സ്വകാര്യ വസ്തുക്കൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത് സംബന്ധിച്ചോ ഏതെങ്കിലും ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു കമ്മിറ്റി പരിശോധിച്ച് പരിഗണിച്ച് തീർപ്പാക്കണം എന്നാണ് കവനന്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന് ഏത് ഘട്ടത്തിലും ഈ HRA ആക്ട് അനുസരിച്ച് ഈ സ്ഥാപനത്തിന്റെ ഭരണത്തിൽ ഇടപെടാനുള്ള സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്, നിയമപരമായ അവകാശവുമുണ്ട്.